അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണിക്കച്ചവടക്കാരനാണല്ലോ, ടെക്സ്റ്റൈൽസ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനാണ്, ബ്രോക്കർ. 5 സെന്റ് 10 സെന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, പോയി നോക്കുക. ഉമർ റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനാണ് എല്ലാം തന്നെ. എന്നിട്ട് ഓൽക്ക് വല്ല കുറവും പറ്റിയോ? എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്ക് ചെന്നാൽ ഇമാമ് 4 മനുഷ്യന്മാരെ പേര് മുടങ്ങാതെ പറയും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ്. 4 ആൾക്കാരെ പേര് മുടങ്ങാതെ പറയും. എന്തിനാ പറയണത്? ഓലമാരി ഐക്കോളി എന്ന് പറയാൻ തന്നെ. എന്തിനാ അതിങ്ങനെ പറയണത്? ഓലമാരി ഐക്കോളി ചങ്ങായിമാരെ, നേരാവും തന്നെ അതിന്റെ അർത്ഥം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടക്കാരനാണ്, അല്ല തുണി വ്യാപാരിയാണ്, പുതപ്പച്ചവടക്കാരനാണ് എന്ന് നമ്മൾ താരീഖിൽ കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും ആ തണുപ്പ് കാലത്ത് തുണിയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന അതേമാതിരിയാണ് എന്ന്. തണുപ്പാവുമ്പോ പുതപ്പേറ്റ് ഇങ്ങനെ തുണിയൊക്കെ കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് വരില്ലേ കുറെ ആൾക്കാർ? അതല്ല കേട്ടോ, പുതപ്പ് കച്ചവടക്കാരനാണ് എന്ന് പറയാൻ കാരണം അന്ന് ഇടുക്കലും പുതപ്പന്നെയാണ്, പുതക്കലും പുതപ്പന്നെയാണ്, ടെക്സ്റ്റൈൽസ് ആണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ഥലക്കച്ചവടം ഉണ്ടായിരുന്നു, മഹാനവർകൾ വ്യാപാരിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തതിന്റെ പിറ്റേന്ന് മഹാനവർകൾ കച്ചവടത്തിന് പുറപ്പെട്ടു, തുണിയൊക്കെ എടുത്താണ്ട് തോളിൽ വെച്ചിട്ട്. വഴിയിൽ വെച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അല്ല, എവിടുക്കാ നിങ്ങൾ പോകണമെന്ന് ചോദിച്ചു. ഞാൻ കച്ചവടത്തിന് പോവുകയാണ് പറഞ്ഞു. ഇങ്ങള് കച്ചവടത്തിന് പോവുകയെ? ആ, പിന്നെ അല്ല എന്താ കേട്ടോ ചോദിച്ചു. ഇങ്ങളിപ്പോ കച്ചവടത്തിന് പോയാൽ ശരിയാവില്ലല്ലോ, നാട്ടുകാരെ കാര്യം ആരാ നോക്കുക ചോദിച്ചു. അപ്പൊ എന്റെ കാര്യം ആരാ നോക്കുക ചോദിച്ചു. അവസാനം നിങ്ങളിങ്ങനെ പോയാൽ ശരിയാവില്ല, നിങ്ങൾ വരികയായിരുന്നു. ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, ട്രഷറർ ഖജാഞ്ചിന്റെ അടുത്ത് കൊണ്ടുപോയി. ബൈത്തുൽ മാല് പൊതുഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ സ്വഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അബൂബക്കർ ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ ശരിയാവൂല, അതുകൊണ്ട് അബൂബക്കറിന്റെ ചെലവിനുള്ള വരുമാനം, ചെലവിനുള്ള വക ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരനായ ഖജാഞ്ചി പറഞ്ഞു, ട്രഷറർ പറഞ്ഞു, ആയിക്കോട്ടെ, ഒരാളെ ചെലവ് കൊടുക്കാറ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ ബാക്കിയുള്ളവരെന്താ കാറ്റ് മുണുങ്ങി ചോദിച്ചു. മൂപ്പരെ ഭാര്യ മക്കളൊക്കെ ഇല്ലേ, അതെന്താ കാട്ട് ചോദിച്ചു. എന്നാ ശരി, 2 ആളത് കൊടുക്കാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പറ്റൂലാറുണ്ട്. 2 ആളത് പോരാ, അഞ്ഞും വേണമെന്ന് പറഞ്ഞു. ഈ ശമ്പളത്തിന് വർത്താനം പറയല അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്, കൊടുക്കാനുള്ള മടിയും അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. 2ഉം വേണ്ടതാന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ല, അത് മനസ്സിലാകണല്ലോ. സൂക്ഷിപ്പുകാര് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം, അതും വേണ്ടാന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നാലോ വേണ്ടവർക്ക് പറഞ്ഞു വാങ്ങിക്കൊടുക്കേണ്ടതാണ്, അതും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും എനിക്ക് മനസ്സിലായതാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയില്ല, എനിക്ക് ഏതായാലും മനസ്സിലായി. ഒരു പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലായത് എന്നറിയില്ല. എന്തായാലും അവസാനം എന്ത് തീരുമാനമാക്കി അറിയോ? അവസാനം തീരുമാനം എടുത്തു, ഒരു ദിവസത്തിന് ഒരു ആടിന്റെ പകുതിയുടെ ഖദർ നൽകാം എന്ന് തീരുമാനിച്ചു. അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാണ് കേട്ടോ. ഇന്നത്തെ മാതിരത്തെ ആടിന്റെ വില കണക്കൂട്ടരുത്. ഒരു ദിവസത്തിന് ഒരാടിന്റെ പകുതിയുടെ ഖദർ നൽകാമെന്ന് തീരുമാനമായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാൽ എന്ന പൊതുഖജനാവിൽ നിന്ന് ഒരു ദിവസത്തേക്ക് ഒരാടിന്റെ ഖദർ കണക്കിന് പറ്റിയിട്ട് ജീവിച്ചു പോന്നു. മഹാനവർകൾ വഫാത്താകുന്നതിന് മുമ്പ് കുറച്ച് സ്വത്തുണ്ടായപ്പോ അത് വിറ്റിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവനും ശമ്പളവും തിരിച്ചടച്ചാണ് വഫാത്തായത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുമ്പ് കച്ചവടക്കാരനായിരുന്നു. അതിനൊന്നും അല്ല കുഴപ്പം, കുഴപ്പം കൽബിനാണ്. ശരിക്ക് കുഴപ്പമുള്ളത് മുതലിനല്ല, ജോലിക്കല്ല, വരുമാനത്തിനല്ല, ഒന്നുമല്ല. കുഴപ്പം കിടക്കുന്നത് നമ്മളെ കൽബിനാണ്. പണത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ് എന്ന് തിരിച്ചറിയണം. പൈസന്റെ ഏറ്റവും വലിയ കാര്യം ഉപയോഗം എന്താ? പൈസന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ റൂഹ് തൊണ്ടേക്കിണ്ടെത്തണം. അപ്പം മനസ്സിലാകും, പടച്ചോനെ ഒരു സെക്കൻഡും കൂടിയും തരോ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്
ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. എപ്പോഴും നമ്മുടെ വരുമാനത്തിൽ സ്വതക്കക്കൊരു വിഹിതം ഉണ്ടാവും, ബർക്കത്തുണ്ടാവും. സ്വതക്കക്കൊരു വിഹിതം ഉണ്ടെങ്കിൽ ബർക്കത്തുണ്ടാവും. ഞാൻ അങ്ങനെ കുറേ ആയിട്ട് ആലോചിച്ച് നോക്കി, ഈ ഗവൺമെന്റ് ജോലിക്കാരെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൂല. മുഴുവൻ 100% എടുക്കണ്ട, എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന ആളുകളുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ, ഖത്തീബുമാർ, ഖാദിമാർ, ഉമ്മത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾക്കാർ വരുന്നില്ല. എവിടില്ല എന്ന് അതിന് അർത്ഥം എടുക്കണ്ട, ഭൂരിഭാഗം വരുന്നില്ല. എന്തായിരിക്കും കാരണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. എനിക്ക് 2 കാരണം കിട്ടിയതിന്. ഒന്ന്, ഹറാമും ഹലാലും ഇടകലർന്ന സമ്പത്താണ് അവരുടേത്. ഉദാഹരണമായിട്ട് ബാങ്ക് ഇടപാടൊക്കെ പോലെയുള്ളതിൽ ഹറാമും ഹലാലും ഇടകലർന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം അതിലുണ്ട്, അധ്വാനത്തെക്കാൾ എത്രയോ 10 മടങ്ങാണ് കൂലി. ശരിക്ക് കൂലി ത്വയ്യിബാവണമെങ്കിൽ അധ്വാനം കൂടുതലും കൂലി കുറവുമാകണം, നല്ല വർക്കത്തുണ്ടാവും. ഇതെന്താ വെച്ചാൽ 365 ദിവസമൊക്കെ ഒരു കൊല്ലണ്ട്, പക്ഷെ അതിൽ 150 ദിവസം പണിയില്ല, ബാക്കിയുള്ളൂ. ഉള്ള ദിവസം പണി നേരക്കെടുക്കോ അതുമില്ല. തന്നെ സംഗതി. പിന്നെന്ത് വേണം? വരുമാനത്തിൽ ബറക്കത്തുണ്ടാണെങ്കിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ജോലി ഉണ്ടായിരിക്കണം, അധ്വാനം കൂടുതലും വരുമാനം കുറവായിരിക്കണം. അപ്പൊ നല്ല ബറക്കത്തുണ്ടാവും. ഇത് അധ്വാനം വളരെ കുറവാണ്, ഉള്ള പണി തന്നെ ഏലക്കത്തിൽ എടുക്കൂല, കുറച്ച് പണി ഉണ്ടാവുമല്ലോ, അത് എടുക്കൂല. അതുകൊണ്ട് തന്നെ